താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. മറ്റൂർ എയർപോർട്ട് റോഡ് നായത്തോട് ജംഗ്ഷനിലെ വൻകുഴികൾ യാത്രക്കാരെയും പ്രദേശവാസികളെയും ഒരുപോലെ വലയ്ക്കുന്നു. മാസങ്ങളായി തുടരുന്ന ഈ തകർച്ച കാരണം ഈ വഴിയുള്ള യാത്ര ദുഷ്കരമായിരിക്കുകയാണ്. മറ്റൂർ എയർപോർട്ട് റോഡ് നായത്തോട് ജംഗ്ഷനിലെ വൻ കുഴികൾ യാത്രക്കാരെയും പ്രദേശവാസികളെയും ഒരുപോലെ വലയ്ക്കുന്നു. മാസങ്ങളായി തുടരുന്ന ഈ തകർച്ച കാരണം ഈ വഴിയുള്ള യാത്ര ദുഷ്കരമായിരിക്കുകയാണ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള പ്രധാന കണക്ടിവിറ്റി റോഡുകളിൽ ഒന്നായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി. ഇത് മറ്റൊരു കരിയാട് റോഡാണ്. ഇതിൻ്റെ പ്രധാന ഭാഗം എന്നുള്ള നിലയിൽ കാഞ്ഞൂർ തുറവുങ്കരയ്ക്ക് പോകുന്ന ഒരു വഴിയുടെ പ്രധാന ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മൂന്നായിട്ട് തിരിയുന്ന വഴിക്ക് സ്ഥിരം അപകടങ്ങൾ ഉണ്ടാവുകയും അതിൽ ഏറ്റവും ഭാഗഭാക്കായ ഒരാളാണ് ഞാൻ. പല ആളുകളെ ആശുപത്രി യാദൃശ്യമായിട്ടിവിടെ വരുമ്പോൾ അപകടങ്ങളിൽപ്പെട്ട് ആളുകളെ ആശുപത്രി കൊണ്ടുപോകുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ഇത് മാത്രമല്ല, മറ്റൊരു തുടങ്ങി കരിയാട് വരെ കുണ്ടും കുഴിയുമാണ്. ഒരു സന്ധി കഴിഞ്ഞാൽ നമ്മൾ പരിചയമില്ലാത്ത ഒരാളാണ് ഈ വഴിക്ക് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ വീണത് തന്നെയാണ്. അപകടം തീർച്ചയായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് മറ്റൊരു തുടങ്ങി നിങ്ങൾ എവിടെ വേണമെങ്കിൽ പോയി നോക്കിയാൽ മറ്റൊരു തുടങ്ങി നമ്മുടെ കരിയാട് അകപ്പറമ്പ് റെയിൽവേ ഗേറ്റ് വരെ നിറയെ കുണ്ടും കുഴിയാണ്. അപ്പോൾ ഇത് പരിഹരിക്കുന്നതോടൊപ്പം തന്നെ അതും കൂടിയും പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി ശ്രദ്ധ ചെലുത്തണമെന്നാണ് ഇവിടുത്തെ പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഈ PWDയുടെ എല്ലാം ശ്രദ്ധയിൽ നമ്മൾ ഇതിനു മുമ്പ് പെടുത്തിയിട്ടുണ്ട്. ഇതുവരെ PWD ഇതിനൊരു ശരിയായൊരു പരിഹാരം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഇതിനെന്താണ് നമ്മൾ ഇനി അടുത്ത പരിഹാര മാർഗ്ഗം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾ ഇനി പൂർണ്ണമായും വലിയൊരു സമരത്തിലേക്ക് പോകാൻ തന്നെയാണ് പ്ലാൻ. ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉടനടി നമ്മൾ ഒരുപാട് പെൺകുട്ടികൾ ഇതിൽ പോകുന്നുണ്ട്. അതുമാത്രമല്ല, ഈ തൊട്ടടുത്ത ഇപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഈ വീട്ടിൽ അവർ പറയാണ് ഞങ്ങൾക്കിവിടെ രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റണില്ല, വണ്ടികൾ കയറി വീട്ടിലേക്ക് വരുന്നൊരു പേടി പോലും ഭയപ്പാട് പോലും ഉണ്ട്. അപ്പോൾ ഇതിനൊരു പരിഹാരം കണ്ടെത്താമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിസ്സാര കാര്യമല്ല. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടുത്തെ ഈ കൗൺസിലർ എന്ന നിലയ്ക്ക് ഞങ്ങൾ എന്താണ് ഇതിൻ്റെ പരിഹാരം കാണേണ്ടത്? ഞങ്ങൾ ഉടനെ തന്നെ സമരത്തിലേക്ക് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി സ്വീകരിക്കുന്നതാണ് അധികാരികളുടെ ഞങ്ങൾക്ക് പറയാനുള്ളത്. റോഡിലെ വലിയ കുഴികളിൽ വീണ് ഇരുചക്രവാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് ഇവിടെ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. വലിയ കുഴികൾ ഒഴിവാക്കാൻ വാഹനങ്ങൾ പെട്ടെന്ന് വെട്ടിക്കുന്നത് കാൽനട യാത്രക്കാരുടെ ജീവനും ഭീഷണി ഉയർത്തുന്നു. കുഴികൾ കാരണം വാഹനങ്ങൾക്ക് വേഗത കുറയ്ക്കേണ്ടി വരുന്നത് ഈ റൂട്ടിൽ കിലോമീറ്ററുകളോളം നീളുന്ന കടുത്ത ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ട്. വിമാനത്താവളത്തിലേക്ക് പോകുന്ന യാത്രക്കാർ കൃത്യസമയത്ത് എത്താനാകാതെ ബുദ്ധിമുട്ടുന്നതും പതിവാണ്. മഴ പെയ്യുമ്പോൾ കുഴികളിൽ വെള്ളം നിറഞ്ഞ് ആഴം മനസ്സിലാക്കാൻ സാധിക്കാത്തത് അപകടങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. തകർന്ന റോഡ് അടിയന്തരമായി പുനരുദ്ധീകരിക്കണമെന്നും യാത്രക്കാരുടെ ജീവന് ഭീഷണിയായ ഈ അവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാരും വാഹനയാത്രക്കാരും ആവശ്യപ്പെട്ടു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഈ മറ്റൂർ കരിയാട് റോഡ്. നെടുമ്പാശ്ശേരി എയർപോർട്ടിനോട് ഏറ്റവും അടുത്ത് ചേർന്ന് കിടക്കുന്ന റോഡ്. ഈ കാണുന്ന കുണ്ടും കുഴിയും നിരവധിയായ മാസങ്ങളായി ഇവിടെ ആയിട്ട് പല പ്രാവശ്യം PWD എഞ്ചിനീയറുടെ അടുത്ത് നമ്മളിത് വിളിച്ച് പറയുകയും ശരിയാക്കാമെന്ന് പറഞ്ഞ് ഒരു പ്രാവശ്യം അവർ വന്ന് ശരിയാക്കിയത് നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ആ ചെയ്ത പ്രവൃത്തി ഏറ്റവും നല്ല രീതിയിൽ ഭംഗിയായിട്ട് ചെയ്തിരുന്നു എങ്കിൽ ഞങ്ങൾക്കിപ്പോൾ ഈ രണ്ടാമത് ഇങ്ങനെ ഒരു സമരം നടത്തേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ലായിരുന്നു. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ സ്ത്രീകൾ സ്കൂട്ടറിൽ പോകുന്നൊരു റോഡ് കൂടിയാണ്. മഴക്കാലത്ത് വെള്ളം കെട്ടി നിന്ന് കുഴി കാണാൻ പറ്റാതെ നിരവധിയായ അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഒരാളുടെ മരണം കണ്ടാൽ മാത്രമേ ഇത് നന്നാക്കാൻ പറ്റുള്ളൂ എന്ന് അധികാരികളുടെ കണ്ണു തുറക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആവേണ്ടി വരും. എന്തായാലും ഈ പ്രശ്നത്തിന് ഉടൻ ഒരു പരിഹാരം കണ്ടെത്തിയില്ല എങ്കിൽ ഞങ്ങൾ ജനപ്രതിനിധികൾക്ക് ഇവിടെ ജീവിക്കേണ്ടതാണ്. നിരവധിയായ സ്കൂൾ വണ്ടികൾ, സ്കൂൾ കുട്ടികൾ സൈക്കിളിൽ യാത്ര ചെയ്യുന്ന പ്രദേശം കൂടിയാണിത്. പെൺകുട്ടികൾ രാത്രിയിൽ എയർപോർട്ടിൽ ജോലിക്ക് പോകുന്ന നിരവധിയായ സ്ത്രീകൾ 2 വീലറിന് പോകുന്നുണ്ട്. അവർക്ക് ഈ കുഴിയിൽ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ കാണാൻ പറ്റാത്ത ഒരവസ്ഥ കൂടിയുണ്ട്. അപ്പോൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് അനുതാപപൂർവ്വം ഏറ്റവും അടുത്ത് തന്നെ വെയിൽ കാണുന്ന സമയത്ത് ഈ കുഴിയെല്ലാം നികത്തി
ജനങ്ങൾക്ക് അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി, അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ പ്രവൃത്തി ഉടൻ നടത്തണമെന്നാണ് ഞങ്ങൾക്ക് അധികാരികളോട് പറയുവാനുള്ളത്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് മറ്റൂർ കരിയാട് റോഡ്. ഈ റോഡ് വെട്ടിപ്പൊളിച്ച് കുണ്ടും കുഴിയുമായി ഇടാൻ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെ പിന്നിടുകയാണ്. നിരവധി ആളുകളാണ് ഇരുചക്ര വാഹനത്തിൽ പോകുന്ന സ്ത്രീകൾ ഉൾപ്പെടെ ഈ കുഴിയിൽ വീണ് നിരന്തരം അപകടത്തിൽപ്പെട്ട് ചികിത്സ തേടി ഇപ്പോൾ ഹോസ്പിറ്റലിലുള്ളത്. ബന്ധപ്പെട്ട അധികാരികളോട് പലവട്ടം ഇവിടുത്തെ ജനപ്രതിനിധികളായിട്ടുള്ള പ്രിയപ്പെട്ട വിനിത ദിലീപും ലതിക രാജനും ഇവിടുത്തെ പൊതുപ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരും ഉൾപ്പെടെ നിരവധി പ്രാവശ്യം ഇതിനെ സംബന്ധിച്ച് പരാതി പറഞ്ഞിട്ടും ഈ വിഷയം പരിഹരിക്കാൻ നാളിതുവരെ അധികാരികൾ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാനും ബന്ധപ്പെട്ട PWD അധികാരികളെ വിളിച്ച് ഇതിനെ സംബന്ധിച്ച് വളരെ ഗൗരവപൂർവ്വം പറഞ്ഞതാണ്. അപ്പോൾ അവർ പറഞ്ഞത് ഇതിൻ്റെ കോൺട്രാക്റ്റ് എടുത്ത ഒരു കരാറുകാരനുണ്ട്, അദ്ദേഹം ഉടൻ തന്നെ ഇത് ചെയ്യുമെന്നാണ് പറയുന്നത്. ഉടൻ തന്നെ ചെയ്യുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി, ഇതുവരെ അത് ചെയ്യുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല വെയിലുണ്ടായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു, ആ സമയത്തെല്ലാം ഈ പണി ചെയ്യാമായിരുന്നു. പക്ഷെ അത് ചെയ്യാതെ നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതുവഴി നിരവധി സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും പോകുന്ന നിരവധി കുട്ടികൾ ഉൾപ്പെടെ യാത്ര ചെയ്യുന്ന ഒരു പ്രദേശമാണ്. വാഹനത്തിൽ പോകുമ്പോൾ ചെളി തെറിച്ച് ആളുകൾക്ക് വീട്ടിൽ പോയി ഡ്രസ്സ് മാറ്റേണ്ട അവസ്ഥയാണ്. നിരവധി പേര് പരിക്ക് പറ്റി ചികിത്സയിലാണ്. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കണം. അങ്ങനെ പരിഹരിച്ചില്ലെങ്കിൽ ഇവിടുത്തെ ജനപ്രതിനിധികളെല്ലാം നേതൃത്വത്തിൽ പൊതുപ്രസ്ഥാനത്തിൻ്റെ എല്ലാം സഹകരണത്തോടുകൂടി അതിശക്തമായിട്ടുള്ള സമരത്തിലേക്ക് നീങ്ങേണ്ടെന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇത് ഈ വാർത്തയെല്ലാം കണ്ട് അധികാരികൾ ഈ പ്രശ്നം പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.